അങ്ങനെ ഒരുപാട് ദിവസത്തെ ജോലിക്ക് ശേഷമാണ് ഒരു അവധി കിട്ടുന്നത്. അപ്പോഴാണ് ഓർക്കുന്നത് തൊട്ടടുത്ത വീട്ടിലെ അമ്മ ഞങ്ങളെ വിളിച്ചിട്ട് മക്കളെ മാവ് നിറയെ മാങ്ങ പൂത്ത് നിൽപ്പുണ്ട്, നല്ല കർപ്പൂര മാങ്ങ, അത് പിച്ചാനൊന്ന് വരണേ മക്കളെ എന്ന് ഞങ്ങളോട് പറയുകയുണ്ടായത്. കാരണം ഞങ്ങൾക്ക് ജോലി തിരക്ക് കാരണം വരാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു അവധി വീണ് കിട്ടുന്നത്. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, നേരെ അങ്ങ് പോയി. പക്കത്തിലെ തന്നെ നല്ലൊരു മാമ്പഴം പഴുത്തത് കിട്ടി. അതെടുത്ത് അമ്മ ഞങ്ങൾക്ക് തരാനുള്ള ധൃതിയിൽ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതാ ഈ ഒരു മാങ്ങയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒട്ടും പുളിയില്ല എന്നുള്ളതാണ്. അത് കാരണം ഇതെല്ലാവരും പഴുപ്പിച്ചാണ് കഴിക്കുന്നത്. ഒട്ടും പുളിയില്ലാത്തത് കാരണം എന്നാൽ വലിയ മധുരവും ഇല്ല. ഒരു പ്രത്യേക സ്വാദാണ് ഈ ഒരു മാങ്ങയ്ക്ക്. അങ്ങനെ ഞങ്ങൾ മാമ്പഴമൊക്കെ തൂക്കി വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 2 മണിക്കടുത്തായി. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചങ്ക് ബ്രോ പറഞ്ഞു നമുക്കൊരു ബിരിയാണി കഴിച്ചല്ലോ. പിന്നെ ഒന്നും നോക്കില്ല, ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് തൊട്ടടുത്ത ഒരു ഹോട്ടലിൽ പോയി 2 ബിരിയാണി അങ്ങ് ഓർഡർ ചെയ്ത്. ബിരിയാണിയിലെ ബീഫും അതിൻ്റെ മസാലയും പപ്പടവും സാലഡും ചേർത്ത് ഒരു പിടി അങ്ങ് പിടിച്ചു. ഒന്നും പറയാനുള്ള ഗേസ്, അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല, സൂപ്പർ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗേസ് ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ കാണുന്നത് വരെ